കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ ദിവസത്തിന്റെ പുലർകാലം കൂടെ വന്നണഞ്ഞിരിക്കുകയാണ്. പുത്തൻ പ്രതീക്ഷകളുടെ ഭാണ്ഡവും പേറിക്കൊണ്ട് ഒരു പുതിയ ദിവസം നമ്മെ തേടി കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോ പ്രഭാതങ്ങളിലും നമ്മെ പുത്തൻ ഊർജത്താൽ നിറയ്ക്കുന്നത് ദൈവത്തിന്റെ മറ്റമില്ലാത്ത തിരുവചനമാണ്. തിരുവചനം നൽകുന്ന പ്രത്യാശയും ധൈര്യവും മറ്റാർക്കും നൽകുവാനായിട്ട് സാധ്യമല്ല. ഈ നല്ല പ്രഭാതത്തെ ദൈവം നമ്മെ തന്റെ വചനത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത മനയുടെ ചിന്താവിഷയം ഒരു സ്വർഗീയ വിളി എന്നുള്ളതാണ്. എന്താണ് ചിന്താവിഷയം? ഒരു സ്വർഗീയ വിളി എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ്. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ സ്വർഗീയമായ ഒരു വിളി നമുക്കുണ്ടെന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കണ്ടുപിടുത്തമാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ നടത്തിയ കണ്ടുപിടുത്തം. തന്റെ വീട്ടിൽ നിന്നും 18 മൈൽ അകലെയുള്ള ബോസ്റ്റണിൽ താമസിക്കുന്ന തന്റെ സുഹൃത്തിനെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ പുതിയ കണ്ടുപിടുത്തമായ ടെലിഫോണിലൂടെ വിളിച്ചു. അതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ടെലിഫോൺ സംഭാഷണം. എന്നാൽ പ്രിയമുള്ളവരെ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഈ കണ്ടുപിടുത്തം നടത്തി തന്റെ കൂട്ടുകാരനെ വിളിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്നും ഒരു വലിയ വിളി നമുക്കുണ്ടായി. അതേത് വിളിയാണ്? പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. വചനം എന്താ പറയുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ. അപ്പൊ നമുക്കൊരു സ്വർഗീയ വിളി ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയും. നമുക്കറിയാം, ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളെ ഒരു കുടുംബമായി ദൈവം വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം വിളിക്കപ്പെടുന്ന ജനങ്ങളെ സഭ എന്നാണ് ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്. അപ്പൊ സ്വർഗീയമായ വിളി ലഭിച്ച ദൈവമക്കളുടെ കൂട്ടമാണ് സഭ. ഈ വിളി നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് നാം സ്വർഗീയ കുടുംബത്തിലെ അല്ലെങ്കിൽ ദൈവ സഭയുടെ അംഗങ്ങളാകുന്നത്. നാം പുതിയ സൃഷ്ടികളായിട്ട് മാറുന്നു. ഇപ്രകാരം സ്വർഗീയ വിളി ലഭിച്ച പുതിയ സൃഷ്ടികളായി തീർന്നാൽ പിന്നെ നമുക്ക് പഴയ പാപജീവിതത്തിലേക്ക് പോകുവാൻ സാധ്യമല്ല. അങ്ങനെ പോയാൽ അത് നമ്മെ വലിയ നാശത്തിലേക്കായിരിക്കും നയിക്കുക. ഞാൻ പറഞ്ഞ വാചകം മനസ്സിലായോ? നാം സ്വർഗീയ വിളി ലഭിച്ച സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പഴയ പാപങ്ങളിലേക്ക് പോകുവാൻ പാടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കല് മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണ ജോലിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി, കാളവണ്ടി വലിച്ചിരുന്ന കാളയെ ഒരു മനുഷ്യൻ ലേലത്തിൽ വിളിച്ചു. അദ്ദേഹം ഈ കാളയെ തന്റെ വണ്ടിയിൽ കെട്ടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു പ്രശ്നം, ഈ പോകുന്ന വഴിക്ക് എവിടെ ചപ്പുചവറുകൾ കണ്ടാലും കാള അവിടെ നിൽക്കും. കാരണം കാളയ്ക്ക് ഒരു പരിചയമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണക്കാർ ഈ കാളയെ ഉപയോഗിച്ച് ഇപ്രകാരമുള്ള ചപ്പുചവറുകൾ ശേഖരിക്കുമ്പോൾ ചപ്പുചവറുകൾ കാണുന്നിടത്ത് വണ്ടി നിർത്തേണ്ടത് ആവശ്യമായിരുന്നു. ഈ പരിചയം കൊണ്ട് കാള ചപ്പുചവറുകൾ എവിടെ കണ്ടാലും അവിടെ നിൽക്കും. ഈ മനുഷ്യൻ ആകെ വിഷമിച്ചു. എത്ര ദിവസം കഴിഞ്ഞിട്ടും കാളയുടെ സ്വഭാവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ കാളയെ അറവുകാർക്ക് വിറ്റു.
അപ്പൊ നമുക്ക് ഈ കാളയുടെ സ്വഭാവം മാറ്റുവാൻ അതിന് സാധിക്കാത്തത് കൊണ്ട് അതിനെ അറവുകാർക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. നാം മനസ്സിലാക്കേണ്ടത് വലിയ പരമാർത്ഥം, നാം ഒരു പുതിയ ജീവിതത്തിന് നമുക്ക് അവസരം ലഭിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ പാപ സ്വഭാവങ്ങളിലേക്ക് നാം പോകുവാൻ പാടില്ല. അങ്ങനെ പോയാൽ അത് നമ്മെ വലിയ നാശത്തിലേക്ക് നയിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം ഒരിക്കൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സ്വർഗീയ വിളി ലഭിച്ച നാം പ്രിയമുള്ളവരെ നമ്മുടെ പഴയ പാപ സ്വഭാവങ്ങളിലേക്ക് പോകാതെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ച് നാം വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് സ്വർഗീയ വിളിക്കനുസൃതമായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ നല്ല പ്രഭാതത്തിൽ അതിനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവെ, അവിടുന്ന് എന്നെ വിളിച്ച വിളിക്കനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്, അതോ ഞാൻ എന്റെ പഴയ പാപങ്ങളിൽ തന്നെ തുടരുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുത്ത് നമ്മെ തന്നെ പുതുക്കി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ മാനിക്കും. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. വെണ്ണിക്കുള സഭയിലെ റീനാമ ഡാനിയൽ, അതുപോലെ കുറ്റപ്പുഴ സഭയിലെ എബ്രഹാം തോമസ് എന്നീ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. ഈ പ്രിയപ്പെട്ടവരെ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് അടിയങ്ങൾക്ക് ദാനം തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ വിളിക്കനുസരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ, ഭാരങ്ങളിൽ, കടബാധ്യതകളിൽ, മാനസിക സംഘർഷങ്ങളിൽ, ജീവിതത്തിന്റെ കഷ്ടതകളിൽ വലയുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിയണമേ. കർത്താവേ, ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരു പുതിയ വർഷം കൂടെ കർത്താവ് തന്നല്ലോ. പുതിയ വർഷം പ്രിയ മക്കൾക്കെല്ലാം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. സ്വർഗീയ നന്മകളാൽ കർത്താവ് നിറയ്ക്കണമേ. ഈ പുതിയ ദിവസം അടിയങ്ങൾ കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമേ. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.